ഹായ് ഫ്രണ്ട്സ്, അദ്വൈതം ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തേക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ചെറിയൊരു യാത്രയിലാണ്. യാത്ര എവിടെയെന്ന് വെച്ചാൽ, ഒരു മാനുകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്. അത് നമ്മുടെ നെയ്യാർ ഡാമിനും കോട്ടൂരിനും ഇടയ്ക്കുള്ള മരക്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നെയ്യാർ ഡാമിൽ നിന്ന് കോട്ടൂരോട്ട് പോകുന്ന കോട്ടൂർ വനമേഖലയാണ്. ചുറ്റും വനവും നെയ്യാർ ഡാമിൻ്റെ അരുവികളും എല്ലാമായിട്ട് കിടക്കുന്ന ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. വനത്താൽ ചുറ്റപ്പെട്ട പ്രകൃതി ഭംഗി ഇണങ്ങിയ ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മാനുകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം അതിനടുത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞങ്ങളിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. നല്ല നല്ല കാഴ്ചകളും പ്രകൃതി രമണീയമായ നല്ല നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലേ അത് സ്കിപ്പ് ചെയ്ത് കണ്ട ഇടയ്ക്കുള്ള നല്ല നമുക്ക് മനസ്സിന് കുളിർമ തരുന്ന പല കാഴ്ചകളും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് കോളേജാണ്. അവിടെ ഒരു കോപ്പറേറ്റീവ്, നമ്മുടെ സർക്കാരിൻ്റെ കോപ്പറേറ്റീവ് കോളേജ് ഉണ്ട്. പോകുന്ന വഴിക്ക് കോട്ടൂർ എന്നാണത് പറയുന്നത്. അതായത് പ്രോപ്പർ കോട്ടൂർ പോകണ്ട, നെയ്യാർ ഡാമിനും കോട്ടൂരിനും ഇടയ്ക്കായിട്ട് മരക്കുന്നം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ആ കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ തടാകം. ആ പുഴ ഇങ്ങനെ നിറഞ്ഞു, നല്ല ആഴമുള്ള ഇതാണ്. അപ്പോൾ മഴയൊക്കെ സമയമാകുമ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരും. ആ സ്ഥലമാണ്. പക്ഷേ ഏറ്റവും അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വനമാണ്. അവിടെ വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ യാത്ര ചെയ്യാനൊക്കെ ഇത്തിരി ടഫായിരുന്നു. റോഡ് മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി പാടായിരുന്നു അങ്ങോട്ടുള്ള യാത്ര. എന്നാലും ഞങ്ങൾ എത്തിപ്പെട്ടു. എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ അവരും വന്നു. അപ്പോൾ ഞങ്ങൾക്കും അതൊരു കൂട്ടായി. പിന്നെ ഹസ്ബൻഡിന് സമയം കിട്ടത്തില്ല വരെ. അതുകൊണ്ട് ഞാനും ആദ്യം സിദ്ധുമായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ അമ്മയും ചേച്ചിയും കൂടെ വരുന്നെന്ന് പറഞ്ഞു. അവരുടെ വണ്ടിയിലായിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ എന്തുകൊണ്ട് നല്ല രസമായിരുന്നു. ഈ വെയിൽ സമയത്ത് ഈ വനമൊക്കെ ഈ വനവും കാടുകളും മരങ്ങളും എല്ലാം കണ്ടുപോകാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് പോകുന്നത് മാനുകളെ പാർപ്പിച്ചിരിക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ്. അവിടെ ഒത്തിരി മാനുകൾ നമ്മുടെ മ്യൂസിയത്ത് കാണും പോലെ അല്ല. റോഡ് സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ കാണാം. കാട്ടിൽ നിന്ന് മാനുകളൊക്കെ ഒത്തിരി ഇങ്ങനെ ഇറങ്ങി വരും. പക്ഷേ വെയിൽ സമയത്ത് ഇറങ്ങി വരില്ലെന്നാണ് പറഞ്ഞത്. വൈകുന്നേരം സമയമാകുമ്പോഴേ മാനുകളെല്ലാം ഇങ്ങ് റോഡ് സൈഡിലോട്ട് ഭക്ഷണം കിട്ടാൻ പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. അതിന് വേണ്ടി വൈകുന്നേരം അങ്ങനെ ഞങ്ങൾ പക്ഷേ 3 മണിയൊക്കെ ആയപ്പോൾ പോയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. എല്ലാ മാനുകളും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി അവിടെ ചെയ്തിരിക്കുന്നതൊക്കെ, ബോർഡ് ചെയ്തിരിക്കുന്നതും. ഇതാണ് ഈ ഏരിയയാണ് മാന് പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം. ഒത്തിരി മാനുകളുണ്ട്. മാനുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഫുഡ് ഇട്ട് കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാം അതിന് ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോൾ താഴോട്ട് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ മാനുകളും ഞങ്ങൾ പോയപ്പോൾ നിറച്ചവിടെ നിൽക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാം. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൊക്കെ അതിനൊക്കെ ഭക്ഷണമൊക്കെ കൊണ്ടിട്ട് കൊടുത്തു, വെള്ളമൊക്കെ കൊണ്ട് വെച്ച് കൊടുത്തു. അതൊക്കെ ഒത്തിരി കഴിച്ചു. കൂട്ടത്തോടെ 100 അടുപ്പിച്ച് വരും. ഇങ്ങനെ കൂട്ടത്തോടെ നിന്ന് കഴിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ പോയപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ ആദ്യം സിദ്ധുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അവിടെ തണലുമുണ്ട്, മരങ്ങളൊക്കെ വനമല്ലേ, വനമേഖല ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, മുകളിൽ നിന്നേ മാനുകൾ ഓരോന്നോരോന്നായി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോരാൻ തോന്നിയില്ല. കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി ചുറ്റി ഫോട്ടോ എടുത്ത് അങ്ങനെ നിന്നു. അപ്പോൾ അങ്ങ് അടുത്തോട്ട് കയറ്റി വിടത്തില്ല. ഇവിടെ മുള്ള് വേലി കമ്പി കൊണ്ട് നെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ. അവിടെ ഉദ്യോഗസ്ഥർ, ജോലിയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ അകത്തോട്ട്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഗേറ്റ് തുറന്ന് അതിനടുത്തോട്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത കാഴ്ചയാണ് മാന. അപ്പോൾ ഞങ്ങളിത്
കുഞ്ഞിലെ ഇതിനു മുമ്പ് കേട്ടറിവുണ്ട് കുഞ്ഞിലെ, പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനും ഇത് കാണുന്നത്. അപ്പോൾ ആദ്യം സിദ്ധു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഇങ്ങനെ ഇതുണ്ടെന്ന് പറയുമ്പോൾ അവർ അതിശയിച്ചു പോയി. അങ്ങനെ ഭയങ്കര ത്രില്ലിലായിരുന്നു പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ചില സമയം ഇത് ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ വരുക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് വന്നില്ല. പുല്ലോ എന്തെങ്കിലും അതിന് ഫുഡ് കഴിക്കാൻ കൊടുക്കുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെ വന്നില്ല. അവരവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അതിനടുത്ത് തന്നെ കുരങ്ങന്മാരൊക്കെ ഒത്തിരി ഇരിക്കുന്നു. പിന്നെ 2-3 കാഴ്ചക്കാരൊക്കെ ഞങ്ങൾ നിന്ന സമയത്തൊക്കെ വന്നു, അവരും കണ്ടുകൊണ്ടൊക്കെ നിന്നു. പക്ഷെ അവധി ദിവസമാണ് ഇവിടെ ഒത്തിരി തിരക്കാന്നാണ് പറഞ്ഞത്. അവധി ദിവസം ഒത്തിരി പല ഏരിയയിൽ നിന്നും ആൾക്കാരൊക്കെ വരികയും ഫോട്ടോ എടുക്കുകയും, ഇവിടെയൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ ആദ്യം സിദ്ധു ഞങ്ങളും എല്ലാവരുമായിട്ടൊക്കെ എടുത്തു. നല്ല മുളയും മുളങ്കാടുകളും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഫോട്ടോസൊക്കെ ഒത്തിരി എടുത്തു. നല്ല തണുത്ത കാറ്റ്, തണുത്ത പ്രദേശം, നല്ല സുഖമായിരുന്നു അവിടെ. നമുക്ക് വെയിലിൻ്റെ ഒരു ഫീലിങ്സും ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു. അടുത്ത് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് അതിനടുത്തായിട്ട് തന്നെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമുണ്ട്. അതായത് ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം അവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റീവ് ഇർവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ സ്റ്റീവ് ഇർവിൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റീവ് ഇർവിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓസ്ട്രേലിയൻ പ്രകൃതിജ്ഞനായിരുന്നു സ്റ്റീവ് ഇർവിൻ, അഥവാ സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ എന്ന അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഡിസ്കവറി നെറ്റ്വർക്ക് വഴി സംപ്രേഷണം ചെയ്തിരുന്ന ക്രൊക്കോഡൈൽ ഹണ്ടർ എന്ന പരിപാടിയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് സ്റ്റീവ് ഇർവിൻ. പിന്നെ ഓസ്ട്രേലിയൻ മൃഗശാല എന്നറിയപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഡിസ്കവറി ചാനൽ ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടിയാണ് കൂടുതലും കാണപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെയാണ് ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം ചെയ്തിരിക്കുന്നത്. ഇതും കണ്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു പടമൊക്കെ ചെയ്ത് കല്ലിൽ കൊത്തി വെച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു ഇതാണ്. ഇവിടെയും അവധി ദിവസമൊക്കെയാണ് ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതും ചിലവഴിക്കുന്നതും കാണുന്നതുമൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ഡിസ്കവറി ചാനലിലൊക്കെ ഞാൻ എപ്പോഴും ഇത് കാണുമായിരുന്നു. അദ്ദേഹം പാമ്പിനെയൊക്കെ പിടിക്കുന്നതും ക്രൊക്കഡൈലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും പിടിക്കുന്നതും എല്ലാം ഞങ്ങൾ കാണുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1962 ഫെബ്രുവരി 22 ഓസ്ട്രേലിയയിലെ മെൽബേണിലാണ് സ്റ്റീവ് ജനിച്ചത്. അദ്ദേഹം മുതലകളോടൊപ്പം കളിച്ചു വളർന്നാണ് സ്റ്റീവ് തൻ്റെ ബാല്യകാലം പിന്നിട്ടത് എന്നാണ് എൻ്റെ അറിവിലുള്ളത്. ഞാൻ അദ്ദേഹത്തെപ്പറ്റി അറിഞ്ഞിട്ടുള്ളത്. പിന്നെ സ്റ്റീവിന് 6ാം പിറന്നാളിന് സമ്മാനമായി അദ്ദേഹത്തിൻ്റെ പേരൻസ് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു വലിയൊരു പെരുമ്പാമ്പിനെ തന്നെയായിരുന്നു. 9ാം വയസ്സ് മുതലേ 9ാം വയസ്സായപ്പോൾ മുതലേ മുതലകൾ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു. മുതലകളോട് കളിക്കുകയും അങ്ങനത്തെ ഒരു പ്രത്യേക ഇഷ്ടം മുതലകളോടും പാമ്പിനോടും ഉള്ള ഒരാളായിരുന്നു സ്റ്റീവ് ഇർവിൻ. നമുക്ക് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റീവ് ഇർവിനെ കുറിച്ച്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ആൾതാമസമുള്ള മേഖലകളിൽ നിന്ന് അപകടകാരികളായ മുതലകളെയൊക്കെ പിടിച്ച് അതിൻ്റെ സങ്കേതത്തിൽ എത്തിക്കുകയൊക്കെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അതും നമ്മൾ ഡിസ്കവറി ചാനലിലും ഒക്കെ അനിമൽ പ്ലാനറ്റ് ആ ചാനലിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ ആ ചാനലിലൊന്നും ഇല്ല. ഞാൻ സ്ഥിരം കാണുന്ന ഒരാളായിരുന്നു കേട്ടോ ആ പരിപാടി. പിന്നെ 1991 മൃഗശാല സ്റ്റീവിനെ ലഭിച്ചത് മുതലാണ് ശരിക്കും പ്രശസ്തിയിലേക്ക് അദ്ദേഹം ഉയർന്നത്. അനിമൽ പ്ലാനറ്റ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ദ ക്രൊക്കഡൈൽ ഹണ്ടർ എന്ന പരമ്പരയാണ് സ്റ്റീവിനെ കൂടുതൽ പ്രശസ്തനാക്കിയത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ല, അനിമൽ പ്ലാനറ്റ് എന്നവരെ എപ്പോഴും കാണിക്കുമായിരുന്നു. പെരുമ്പാമ്പിനെ പിടിക്കുന്നതും ചീങ്കണ്ണിയായിട്ട് മൽപ്പിടുത്തം നടത്തുന്നതൊക്കെ അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി ചാനലിൽ ഇതൊക്കെ ഒത്തിരി കാണിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്രൊക്കഡൈലിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയിൽ അങ്ങോട്ട് കയറിപ്പോകാൻ അതിൻ്റെ കൂടുകളിൽ അതിനെ ക്രൊക്കഡൈലിനെ ചീങ്കണ്ണിയെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. പിന്നെ താൻ 40-ാം വയസ്സിൽ മരിക്കുമെന്ന വെളിപാട് സ്റ്റീവിന് പലവട്ടം ഉണ്ടായതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന്. 2006 സെപ്റ്റംബർ 4-നാണ് ഓസ്ട്രേലിയയിലെ ഒരു പരമ്പരയുടെ ചിത്രീകരണത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്റ്റിംഗ് റേ എന്ന തീരണ്ടി മീനിൻ്റെ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതെല്ലാവർക്കും അറിയാം. അന്ന് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഷോക്കായിരുന്നു. പിന്നെ സ്റ്റീവ് ജലത്തിനടിയിൽ നിന്നും ആ മീനുമായി പൊങ്ങി വരികയും നെഞ്ചിൽ തറച്ചിരുന്ന ആ തിരണ്ടി മീനിൻ്റെ വാല് സ്വയം പറിച്ചെടുക്കുകയും തൊട്ടടുത്ത നിമിഷം അദ്ദേഹം മരിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ലോകത്ത് നടുക്കുന്ന ഒരു വേദന തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ എനിക്കും അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെ മെമ്മറിക്ക് വേണ്ടി ഈ നെയ്യാർ ഡാമിനടുത്തായിട്ട്, അതായത് നെയ്യാർ ഡാമിനും കോട്ടൂരിനും ഇടയ്ക്ക് മരക്കുന്നം എന്ന സ്ഥലത്തായിട്ട് ഇങ്ങനൊരു മെമ്മറി ഉണർത്താൻ വേണ്ടി ഇങ്ങനൊരു സ്റ്റീവിൻ്റെ സ്മരണയ്ക്ക് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. ഒത്തിരി മുതലകളെയൊക്കെ കണ്ടു. മുതലകൾക്ക് തിന്നാൻ വേണ്ടി അവിടെ മീനുകളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ മുതലകളെല്ലാം അനങ്ങാതെ കിടക്കുന്നു. എല്ലാം നല്ല വയറ് വീർപ്പിച്ച് കഴിച്ചിട്ടൊക്കെ ഉറങ്ങുന്ന സമയമായിരുന്നു. ചില സമയം എനിക്ക് തോന്നുന്നു അവിടെയുള്ളവർ പറഞ്ഞു ചില സമയം ഇങ്ങനെ വായൊക്കെ തുറന്ന് അതിൽ ഓട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഒരെണ്ണം അനങ്ങുന്നില്ല കേട്ടോ. ഞങ്ങൾ പക്ഷേ അങ്ങനെയൊക്കെ അതൊക്കെ ഓടുന്നതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ എല്ലാം നല്ല സൈസിലുള്ള മുതലകളാണ് അതിനകത്ത് കിടക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ. നല്ല വലിപ്പമാണ് എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. കണ്ടാൽ തന്നെ പേടിയാവും. ചിലത് തുറന്ന് ഇങ്ങനെ കിടക്കുന്നു. ഇപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു. മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് നോക്കി വരാൻ ഒത്തിരി ഇതുണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ കാണുന്നതിൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ. ഞങ്ങളിനി പോകാൻ പോവുകയാണ് വീട്ടിലോട്ട്. തിരിച്ച് കണ്ടെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.